നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ. ജൂലൈ 5, 2025 ലോകം ഉറ്റുനോക്കുന്ന ദിവസം. ജപ്പാനിൽ മഹാദുരന്തമുണ്ടാകുമെന്ന പ്രവചനം യാഥാർത്ഥ്യമെന്ത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി റിയോ തത്സുഗിയുടെ പേര് വീണ്ടും പരാമർശിക്കപ്പെടുന്നു. കാരണം അവരുടെ പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്ന ദിവസം ജൂലൈ 5, 2025 പുലർച്ചെ 4:18 ജപ്പാനിൽ ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തത്തെക്കുറിച്ചാണ്. ജാപ്പനീസ് മാങ്ക കലാകാരിയും പ്രശസ്ത എഴുത്തുകാരിയുമായ റിയോ തത്സുഗിയെ ലോകം വിശേഷിപ്പിക്കുന്നത് ബാബ വാഗയുടെ പിന്മുറക്കാരി എന്നാണ്. 2011 ജപ്പാൻ ഭൂകമ്പം, സുനാമി എന്നിവയെക്കുറിച്ചുള്ള പ്രവചനം ഈ പുസ്തകത്തിൽ പരാമർശിച്ചു എന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അതുകൂടാതെ 2020 COVID-19 എന്ന മഹാമാരി ലോകത്തെ പിടിച്ചുലയ്ക്കുമെന്നും ഇവരുടെ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ രണ്ട് പ്രവചനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ജൂലൈ 5, 2025 എന്ന ദിവസത്തിലേക്ക് ലോകം ഉറ്റുനോക്കുന്നത്. 1999 പുറത്തിറക്കിയ റിയോ തത്സുഗിയുടെ ദ ഫ്യൂച്ചർ ഐ സോ എന്ന പുസ്തകത്തിൽ പരാമർശിച്ചിരിക്കുന്നത് പോലെ ജൂലൈ 5, 2025 ജപ്പാനിൽ നടക്കാൻ പോകുന്ന മഹാദുരന്തം. ഈ പ്രസ്തുത ദിനത്തിൽ വലിയ ഭൂകമ്പവും അതേ തുടർന്ന് സുനാമിയും ഉണ്ടാകുമെന്നാണ് പ്രവചനം. ഭൂമുഖം പിളർന്നുകൊണ്ട് സമുദ്രം മുങ്ങുകയും 2011 ടൊഹോക്കു സുനാമിയേക്കാൾ 3 മടങ്ങ് ഉയരമുള്ള തിരമാലകൾ ഉയരും എന്നുവരെ ഈ പുസ്തകത്തിൽ പരാമർശിച്ചിട്ടുണ്ട്. ഈ പ്രവചനങ്ങളെ ശരിവയ്ക്കുന്ന രീതിയിൽ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ടൊക്കാര ദ്വീപിനെ പിടിച്ചുലയ്ക്കുന്ന 500 ചെറു ഭൂചലനങ്ങൾ ഉണ്ടായി. ഇതിൻ പ്രകാരമാണ് ലോകം ഉറ്റുനോക്കുന്നത് ജൂലൈ 5, 2025 ആ മഹാദുരന്തം സംഭവിക്കുമോ എന്ന്. തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൂചലനങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. എങ്കിൽ പോലും ജൂലൈ 5, 2025 എന്ന് പറയുന്ന ദിവസത്തിലെ പ്രവചനത്തിനെ ഇത് ഭയപ്പെടുത്തുന്നുണ്ട്. പുസ്തകത്തിലെ പരാമർശങ്ങൾ പോലെ പ്രവചനങ്ങൾ സംഭവിക്കുമോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. ജൂലൈ 5, 2025 നമുക്കും കാത്തിരിക്കാം പ്രത്യാശയോടെ. ദുരന്തങ്ങളൊന്നും സംഭവിക്കാതിരിക്കട്ടെ. താങ്ക് യു.